ചെയ്യുന്നത് 10th മാത്സിന്റെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പേജ് നമ്പർ 46 കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ, ആദ്യം നമുക്കൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് അല്ലെ, ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഒരു ക്ലോക്ക് ഉണ്ട് അല്ലെ, ഒരു ക്ലോക്ക് ഫേസ് തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ 1ഉം 4ഉം 8ഉം ജോയിൻ ചെയ്തിട്ട് എന്താണ് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ എത്രയായിരിക്കും? ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് അല്ലെ. ഈ ഒരു ഫുൾ സർക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ക്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 തൊട്ടിട്ട് 12 വരെ ഉണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് ഈ മൊത്തം സർക്കിളിനെ 12 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക അല്ലെ. അപ്പോൾ ഒരു ആംഗിൾ എന്ന് പറയുന്നത് അതിൽ എത്രയായിരിക്കും? മൊത്തം 360 ആണ്, അതിനെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് 1 ആംഗിൾ എന്ന് പറയുന്നത് എത്ര കിട്ടും? 1 ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ 12 അല്ലെ. 360 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി ആണ്. അതായത് ഇപ്പൊ നമ്മളിവിടെ 1ൽ നിന്ന് ഇതാ 2, 1ഉം 2ഉം തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്തു. അല്ലെങ്കിൽ 12ഉം 1ഉം തമ്മിൽ ജോയിൻ ചെയ്തു. ഏതാണെങ്കിലും ഇതില്ല. അങ്ങനെ അടുത്തടുത്ത 2 നമ്പറുകൾ തമ്മിൽ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഈ ആംഗിൾ ആണ് എത്ര? ഈ 30 ഡിഗ്രി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതാണ് ഒരു ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി. മൊത്തം 12 പാർട്ടീഷൻ ഉണ്ട്. അപ്പൊ അടുത്തടുത്ത 2 നമ്പറുകൾ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതാ ഈ ഒരു ആംഗിൾ ആണല്ലേ. ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഈ ഒരു ആംഗിള്, അതുപോലെ തന്നെ ഈ ഒരു ആംഗിള്. അപ്പൊ ഇത് 2 കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് 3ാമത്തെ കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത്, ആദ്യം ജോയിൻ ചെയ്തിരിക്കുന്നത് 1 മുതൽ 4 വരെയാണ് അല്ലെ. അപ്പൊ അതിനിടയിൽ എത്ര നമ്പറുകൾ ജോയിൻ ആയിട്ടുണ്ട് നോക്കിയേ. 1ൽ നിന്ന് കണ്ടോ 2, 3, 4 അല്ലെ. 2, 3, 4 അതായത് 4 മൈനസ് 1 അല്ലെ. 1ൽ നിന്ന് 4 വരെയാണ്. അതായത് 4 മൈനസ് 1 ഇൻറ്റു ഒരെണ്ണം എന്ന് പറയുന്നത് എത്രയാ? 30 ഡിഗ്രിയാണ് നമ്മളിപ്പോൾ പഠിച്ചു അല്ലെ. അപ്പൊ 4 മൈനസ് 1 എന്ന് പറയുന്നത് 3. അതിന് നമ്മൾ 1 തൊട്ടിട്ട് 4 വരെ കൗണ്ട് ചെയ്താൽ മതി. അപ്പൊ 3 ആണ് വരുന്നത്. അപ്പൊ 3 ഇൻറ്റു 30. 3 ഇൻറ്റു 30 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഈ 90 ഡിഗ്രി എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ അല്ല, നമ്മൾ ആ ഒരു ആംഗിളിന്റെ അപ്പൊ കണ്ടോ 1ഉം 4ഉം ഞാനിവിടെ ജോയിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ 1ഉം 4ഉം തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ, അത് നമ്മൾ ആ സെൻട്രലിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ആണ് എന്ത്? ഈ 90 ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ നമ്മുടെ ഈ ഒരു ആംഗിൾ അല്ല എന്ത് 90 ഡിഗ്രി. അപ്പൊ ഇതൊരു 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു തൊട്ടു മുന്നേ പഠിച്ചത് എന്താണ്? നമ്മൾ ഇതിപ്പോ ഇവിടെ 8ലാണ് ഇവിടെ ജോയിന്റ് ആയിരിക്കുന്നത്. അപ്പൊ ഞാൻ 8 നോക്കാം. 8ലത്തെ ഒരു പോയിന്റ് ഇതിന് ഞാൻ നേരെ 8 ആയിട്ട് ജോയിൻ ചെയ്യാണ്. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പൊ ഇതാണ് നമ്മുടെ 90 ഡിഗ്രി. അപ്പൊ ഈ ഒരു ആർക്ക് ഇപ്പൊ 1 to 4 എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് എടുക്കുക. ഈ ആർക്കിന്റെ പുറത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ആണ് നമ്മുടെ H എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ Hന്റെ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ Hന്റെ അവിടുത്തെ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? 45 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആണ് അതിന് പുറത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് എന്ത് കിട്ടി? 45 ഡിഗ്രി. അപ്പൊ നമ്മുടെ ഈ 8ന്റെ അവിടുത്തെ ആംഗിൾ എന്തെന്ന് പറയാം? 45 ഡിഗ്രി ആണെന്ന് പറയാം. ഇനി ഇതേപോലെ നമുക്ക് ഒരു ആംഗിൾ കൂടി കണ്ടുപിടിക്കാം. ഇനി 4 മുതൽ 8 വരെ നോക്കാം. 4 മുതൽ 8 വരെ നോക്കുമ്പോൾ നമുക്ക് 8 മൈനസ് 4 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 1, 2, 3, 4 അല്ലെ. 8 മൈനസ് 4, പിന്നെ ഓരോ ആംഗിളും 30 ഡിഗ്രി വെച്ചിട്ടാണ്. അപ്പൊ 8 മൈനസ് 4 എന്ന് പറയുമ്പോൾ 4. 4 ഇൻറ്റു 30. 4 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി. അതായത് ഇപ്പൊ നമ്മള് ഇവിടെ 4ഉം 8ഉം സെൻട്രൽ ആംഗിളുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ആണ് എത്ര? 120 ഡിഗ്രി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആർക്ക് നമ്മൾ എടുക്കാം. 4 തൊട്ടിട്ട് 8 വരെയുള്ള ഈ ആർക്കിനെ പുറത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് 1നെ എടുക്കാം അല്ലെ. 1നെ എടുക്കുകയാണെങ്കിൽ ഈ 1 ഞാൻ 8ഉം 4ഉം ആയിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും?
ഈ 120 അല്ലേ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആംഗിള് 60 ഡിഗ്രി. 120യുടെ ഹാഫ് എത്രയാണ്? 60 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ ആംഗിൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 60 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പൊ അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം നമ്മൾ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചു, അതിന്റെ ഹാഫ് ആണ് ഈ ഒരു ആംഗിൾ. അപ്പൊ നമുക്ക് നോക്കിയേ, ഈ ഒരു ട്രയാങ്കിളിന്റെ ഇവിടെയുള്ള ആംഗിൾ 60 ഡിഗ്രി എന്ന് കിട്ടി, അതേപോലെ തന്നെ ഇവിടെയുള്ള ആംഗിള് 45 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ആംഗിൾ വേണമെങ്കിൽ ഇതേപോലെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്മുടെ ട്രയാങ്കിളിന് എത്രയാണ് ആംഗിൾ എന്ന് പറയുന്നത്? 180 ആണ് അല്ലെ. അതിലത്തെ രണ്ടെണ്ണം എത്രയാണ്? ഒന്ന് 60യും ഒന്ന് 45ഉം ആണ്. അത് രണ്ടും കൂടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് ഈ ടോട്ടൽ ആയിട്ടുള്ള 180യിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ആംഗിൾ കിട്ടില്ലേ. അപ്പോൾ 60 + 45 എന്ന് പറയുന്നത് എത്രയാണ്? 105 ഡിഗ്രി. അപ്പോൾ 180 മൈനസ് 105 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 75 ഡിഗ്രി ആണ് നമ്മുടെ മൂന്നാമത്തെ ആംഗിൾ എന്ന് കിട്ടി. അപ്പോൾ അത് മനസ്സിലായല്ലോ എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് മൂന്ന് ആംഗിൾ നമുക്ക് എന്തൊക്കെ കിട്ടി? 45 ഡിഗ്രി, ഇവിടെ നമുക്ക് 60 ഡിഗ്രി, അതുപോലെ ഇതിപ്പോ എന്ത് കിട്ടി? 75 ഡിഗ്രി. ഇനി അതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഹൗ മെനി ഇക്വിലേറ്ററൽ ട്രയാങ്കിൾസ് ക്യാൻ വി മേക്ക് ബൈ ജോയിനിങ് ദ നമ്പേഴ്സ് ഓൺ എ ക്ലോക്ക് ഫേസ്? ഇപ്പൊ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾസ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ മൂന്ന് ആംഗിളും ഈക്വൽ. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയാൽ മൂന്ന് ആംഗിളും ഈക്വൽ അല്ല, 60, 45, 75 ഒക്കെയാണ്. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ എത്ര വരിക? 60 ഡിഗ്രിയാ വരിക. അപ്പൊ ഓരോ ആംഗിളും 60, 60 വെച്ചിട്ട് വരണം. അപ്പൊ ഇവിടെ നമുക്ക് ഇത് 60 കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എത്രയായിരുന്നു പോയിന്റ് വന്നത്? 4ൽ നിന്ന് 8 വരെയുള്ളത്, അതായത് 1, 2, 3, 4. ഒരു 4 പോയിന്റ്, ഒരു 4 നമ്പർ കഴിഞ്ഞിട്ടാണ് അടുത്തത് വേണ്ടത്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ പോയിന്റുകൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു ആംഗിൾ 60 ഡിഗ്രിന്ന് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ടോട്ടല് 12 ആണുള്ളത് അല്ലെ. 12 ആണ് നമ്മുടെ ക്ലോക്ക് ഫേസിലുള്ളത്. അതിനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഡിവൈഡഡ് ബൈ 3. അപ്പൊ എത്രയാണ്? 4. അപ്പൊ 4 ഡിസ്റ്റൻസിൽ നമ്മൾ പോയിന്റുകൾ എടുക്കുക. അപ്പൊ ആദ്യം ഞാൻ 12 എടുത്തു എന്ന് വിചാരിക്കുക. 12 എടുത്തു കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് എവിടെ മാർക്ക് ചെയ്യണം? 4ൽ മാർക്ക് ചെയ്യണം. കാരണം 4 ഡിസ്റ്റൻസിൽ കണ്ടോ, 1, 2, 3, 4. അടുത്തത് എവിടെ മാർക്ക് ചെയ്യണം? 8ൽ മാർക്ക് ചെയ്യണം. അപ്പൊ 12, 4, 8 കണ്ടോ, 12, 4, 8 ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതവിടെ ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഇനി നമുക്ക് അടുത്ത ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എടുക്കാൻ നമുക്ക് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 ആണെങ്കിൽ പിന്നെ അടുത്തത് എവിടെ മാർക്ക് ചെയ്യണം? 5ൽ അല്ലെ, 4 ഡിസ്റ്റൻസ്. അപ്പൊ അടുത്തത് 9ൽ. അപ്പൊ 1, 5, 9 ജോയിൻ ചെയ്താലും നമുക്കൊരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഇനി അടുത്തത് പോയിന്റ് 2 പിടിക്കാം. 2 ആണെങ്കിൽ അടുത്തത് 6 ആയിരിക്കണം. പിന്നെ അടുത്തത് 10 കണ്ട 4 ഡിസ്റ്റൻസിൽ. അപ്പൊ 2, 6, 10 ജോയിൻ ചെയ്താലും നമുക്ക് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ കിട്ടും. അടുത്ത നമുക്ക് 3 നോക്കാം. അപ്പൊ 3 ആണെങ്കിൽ 3 + 4 7, 7 + 4 11. 3, 7, 11 ജോയിൻ ചെയ്താലും നമുക്കൊരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഇനി അടുത്തത് 4 ആണ്. അപ്പൊ ഓൾറെഡി 4ന്റെ കോമ്പിനേഷൻ നമ്മളോട് എഴുതിയിട്ടുണ്ട്, 4, 8, 12. അപ്പൊ നമുക്ക് എത്ര ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഇവിടെ കിട്ടുന്നുണ്ട്? 4 തരത്തിലുള്ള അല്ലെ, 4 ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ നമുക്കൊരു ക്ലോക്ക് ഫേസിൽ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഹൗ മെനി ഇക്വിലേറ്ററൽ ട്രയാങ്കിൾസ്? 4 ഇക്വിലേറ്ററൽ ട്രയാങ്കിൾസ്. അപ്പൊ ഏതൊക്കെയാണ് പോയിന്റ് എന്നുള്ളതും അതെങ്ങനെയാന്നുള്ളതും കണ്ടില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലായി എങ്ങനെ 60 ഡിഗ്രി വരിക എന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡ്രോ ചെയ്യാനുള്ളതാണ്. ഡ്രോ ആൻ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ. അപ്പോൾ സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിളാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വരയ്ക്കാനുള്ളത്. ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ, അത് ഇക്വിലേറ്ററൽ ട്രയാങ്കിളാണ്. നമുക്കറിയാം ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എല്ലാ ആംഗിളും ഈക്വൽ ആയിട്ട് വരുന്നത്, അതായത് 60 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കോമ്പസ് എടുത്തിട്ട് ഇതിൽ നമുക്ക് 3.5 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യാം? 3.5 സെൻറ്റിമീറ്റർ നമുക്ക് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ. നമുക്ക് സ്കെയിലിൽ 3.5 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഒരു സർക്കിൾ വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതേപോലെ 3.5 സെൻറ്റിമീറ്ററിൽ നമുക്കൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം.
ഇതാണ് നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഓരോന്നും 60 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി. നമ്മൾ പഠിച്ചു സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അതിന് പുറത്ത് കിടക്കുന്ന ഒരു പോയിന്റിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ 60 ഡിഗ്രി കിട്ടണമെങ്കിൽ നമ്മൾ 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എവിടെയെങ്കിലും ഒരു ലൈൻ വരയ്ക്കുക. ഈ സെൻട്രലിൽ നിന്ന് നേരെയോ ഇങ്ങനെയോ എങ്ങനെ വേണമെങ്കിൽ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു. ഇനി ഈ ലൈനിൽ നമ്മുടെ പ്രൊട്രാക്ടർ നമുക്ക് ഇവിടെ വെക്കാം. അപ്പം ഞാൻ ഈ ലൈനിൽ കണ്ടോ ഈ ഒരു പോയിന്റിൽ നമ്മുടെ ഈ ഒരു ലൈൻ വരുന്ന രീതിയിൽ ലൈൻ കറക്റ്റ് ആവുന്ന രീതിയിൽ ഈ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മുടെ ലൈൻ ഇവിടെയാണ് അല്ലേ. അപ്പം നമ്മൾ ഇവിടുത്തെ 0 തൊട്ടിട്ട് നമ്മളിവിടെ കൗണ്ട് ചെയ്യണം. എല്ലാ പിള്ളേരും തെറ്റിക്കുന്ന ഒരു കാര്യമാണിത്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് 120 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും 120 ഡിഗ്രി ഉണ്ട്. ഇതാ നോക്കിയാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും 120 കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ലൈൻ എവിടെയാണോ അവിടുന്ന് നമ്മൾ 0 കൗണ്ട് ചെയ്യണം. അപ്പോൾ ഈ ലൈന് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ അവിടുത്തെ 0 കൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ 120 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടുന്ന് നമുക്ക് സെൻട്രലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല. പുറത്തേക്ക് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത്ര വരച്ചാൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്കിപ്പോൾ പുതിയൊരു ലൈൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ആ ലൈനിൽ നമ്മുടെ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊട്രാക്ടർ വെച്ച് കൊടുക്കണം. കറക്റ്റ് ആ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ നമ്മുടെ ലൈൻ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 120 മാർക്ക് ചെയ്തിട്ട് കൗണ്ട് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മുടെ 120 വരിക. അവിടെ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യണം? നമ്മുടെ സെൻട്രലിലേക്ക്. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ അവിടെ തൊട്ടിട്ട് വരച്ചാൽ മതി. ഇങ്ങനെ വരച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇതും 120 ഡിഗ്രിയാണ്. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി എന്ത് തന്നെയായിരിക്കും? 120 ഡിഗ്രിയാണ്. നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ടെണ്ണം മാത്രം ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സെൻട്രൽ ആംഗിൾ എല്ലാം 120 കിട്ടി. നമുക്കിനി എന്ത് വേണം? നമുക്കിനി വേണ്ടത് നമ്മുടെ ട്രയാങ്കിൾ ആണല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 3 പോയിന്റുകൾ നമ്മുടെ സർക്കിളിൽ കിട്ടിയിട്ടുണ്ട്. ആ 3 പോയിന്റുകൾ നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. 3 പോയിന്റുകൾക്ക് നമുക്ക് പേര് കൊടുക്കാം. A, B, C. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിപ്പോൾ 120 ഡിഗ്രി ആണെങ്കിൽ ഇതിന് നേരെ കൊടുക്കുന്ന ഈ B എന്ന് പറഞ്ഞ ഇവിടെ എന്തായിരിക്കും? ആ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ്. അതുപോലെ ഇത് 120 ആണെങ്കിൽ ഇവിടെ ഈ C എന്ന് പറയുന്നത് 60 ഡിഗ്രി. അതുപോലെ ഇത് 120 ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന A എന്ന് പറഞ്ഞ പോയിന്റിലത്തെ ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ നമുക്കൊരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ നമ്മളങ്ങനെ വരച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതും നമുക്ക് ഇതുപോലെ തന്നെ ഡ്രോ ചെയ്യാനുള്ളതാണ്. ഒരു ട്രയാങ്കിൾ, ഇവിടെ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടില്ല, ഒരു ട്രയാങ്കിൾ ആണ്. അതിൻ്റെ സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിൻ്റെ 2 ആംഗിൾസ് 32.5 അതുപോലെ 37.5 ആണ്. മൂന്നാമത്തെ പിന്നെ നമുക്ക് ആവശ്യമില്ല. 2 വെച്ച് വരയ്ക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ വന്നുകൊള്ളും. അപ്പോൾ ഈ 2 ആംഗിൾ വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കണം. സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ 3 സെൻറ്റിമീറ്ററിൽ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് എവിടെയെങ്കിലും ഒരു ലൈൻ വരച്ചു കൊടുക്കാം അല്ലേ. ആ ലൈൻ എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ. നമ്മൾ സെൻറ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 2 ആംഗിൾ എത്രയാണ്? 32.5 37.5 ആണ്. അപ്പോൾ 32.5 എന്ന് പറയുമ്പോൾ അത് നമ്മൾ സെൻട്രൽ ആംഗിൾ എത്ര എടുക്കണം? 32.5. അപ്പോൾ അതിൻ്റെ ഡബിൾ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സെൻട്രൽ ആംഗിൾ ആയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 65 ഡിഗ്രി. അതുപോലെ മറ്റേ ആംഗിൾ എത്രയാണ്? 37.5 ആണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പം 75 ഡിഗ്രി. അപ്പോൾ നമ്മളിവിടെ വരയ്ക്കേണ്ടത്, നമ്മൾ നേരത്തെ ഇക്വലേറ്ററൽ ട്രയാങ്കിളിനെ 60ക്ക് പകരം 120 എടുത്തിട്ടാണല്ലേ നമ്മൾ വരച്ചത്. അതേപോലെ ഇവിടെ നമ്മൾ ഇത് രണ്ടിൻ്റെയും ഡബിൾ എന്ന് പറയുമ്പോൾ 65 75 അത് വെച്ചിട്ട് നമുക്ക് ആദ്യം സെൻട്രൽ ആംഗിൾ വരയ്ക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കാം. നിങ്ങൾക്ക് ഈ ലൈൻ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പ്രൊട്രാക്ടർ നമ്മളവിടെ വെക്കുക. കറക്റ്റ് ആ പോയിന്റിൽ വെക്കുക.
ഈ ലൈനും ഈ പോയിന്റും കറക്റ്റ് ആയിരിക്കണം. അതുപോലെ ലൈൻ അവിടെ കറക്റ്റ് ആക്കി. അതിനുശേഷം നമ്മൾ നമ്മുടെ ആദ്യത്തെ എത്രയാണ് 65 75 ഏത് വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 65. അപ്പോൾ നമ്മുടെ ഇതാ 0 എന്ന് ഇവിടുന്ന് കൗണ്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ 65 ഇവിടെയാണ് വരുന്നത്. അത് തെറ്റിക്കരുത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 65 കാണും, അത് കറക്റ്റ് ആയിട്ടുള്ള തന്നെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് അതിന് ശേഷം അത് ജസ്റ്റ് നമ്മുടെ സെൻറ്ററിലുമായിട്ട് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സർക്കിൾ വരെ വരച്ചാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് വരയ്ക്കേണ്ട. അപ്പോൾ ഇത് നമ്മുടെ 65 ഡിഗ്രിയാണ്. സെൻട്രൽ ആംഗിൾ 65 ഡിഗ്രിയിൽ നമ്മൾ വരച്ചു. നമുക്ക് പുതിയ ലൈൻ കിട്ടിയില്ലേ? ആ പുതിയ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊട്രാക്ടർ വരയ്ക്കുക, കറക്റ്റായിട്ട് വയ്ക്കുക. അതിനുശേഷം അടുത്ത് നമ്മുടെ ഡിഗ്രി 75 ഡിഗ്രിയാണ്. ഇവിടുന്ന് 0 ഇവിടുന്ന് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ 75 ഡിഗ്രി അവിടെ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളത് സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 75 ഡിഗ്രിയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സർക്കിളിലെ 3 പോയിന്റുകൾ കിട്ടിയില്ലേ? അതിന് നമുക്ക് അതിന് ABC എന്ന് പേര് കൊടുക്കാം. ABC എന്ന് കൊടുക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ആംഗിളിൻ്റെ ആവശ്യമില്ല, അത് ബാക്കിയുള്ളത് മൊത്തം നമ്മുടെ മൂന്നാമത്തെ ആംഗിളാണ്. ഇനി നമുക്ക് Aയും Bയും Cയും ജസ്റ്റ് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം Aയും Bയും ജോയിൻ ചെയ്തു, പിന്നെ Bയും Cയും ജോയിൻ ചെയ്തു, പിന്നെ Aയും Cയും ജോയിൻ ചെയ്യണം കേട്ടോ. Aയും Cയും കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, ഒന്ന് ഷെയ്ഡ് ചെയ്ത് തരാം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 65 ആവുമ്പോൾ നമ്മുടെ എയുടെ അവിടെ എന്ത് വരും, 32.5. ഇത് 75. അപ്പോൾ നമ്മുടെ ഇവിടെ എന്ത് വരും, 37.5. അപ്പോൾ പിന്നെ മറ്റേത് പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ, 2 എണ്ണം വെച്ചിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രയാങ്കിൾ, അപ്പോൾ ഏത് അളവിലുള്ള ട്രയാങ്കിൾ പറഞ്ഞാലും നമുക്ക് ഇതുപോലെ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇക്വലേറ്ററിൽ മാത്രമല്ല ഏത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.